കേരളത്തിൽ ആ ഒരു അവസ്ഥയാണെങ്കിൽ ഇവിടെ നല്ല രസം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും. ഓടതോളത്തിൽ കൈ വിട്ടിട്ട് കൂടെ കയറി കെട്ടിപ്പിടിച്ചിട്ട് ബൈക്കിൽ കയറി ചേർന്ന് ഒട്ടിയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് പോകാനൊക്കെ നല്ല രസമാണ്. 2 തുള്ളിയുടെ സുഖമുള്ളൂ. അത് കഴിഞ്ഞാൽ മൊത്തം തീർന്ന് പിന്നെ ഏതെങ്കിലും ഒരു കാട്ടിൽ പോയിട്ട് ചത്ത് ശവമായിട്ട് കിടക്കാം. റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ മറന്ന് കിടക്കാം. മുബീന പോലുള്ള മുസ്ലിം പെണ്ണുങ്ങൾ കിടക്കുന്ന രംഗം കണ്ടില്ലേ? ഷിർക്കിന്റെ കോട്ടയിൽ, കുഫറിന്റെ കോട്ടയിൽ മുസ്ലിം കുടുംബത്തിൽ ജീവിച്ച പെണ്ണ് വല്ലവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അവസാനം കിടക്കുന്ന നരകിക്കുന്ന ആ രംഗം നിങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ കാണുന്നില്ലേ? മുസ്ലിം കുടുംബത്തിന് നല്ല നിലയിൽ കുളിപ്പിച്ച് മയ്യത്ത് പൊതിഞ്ഞ് മെമ്പറിന്റെ മുന്നിൽ വെച്ച് നമസ്കരിപ്പിച്ച് അല്ലാഹുവിനെ പുറത്തു കൊടുക്കണേ എന്ന് 100 കണക്കിന് ആളുകൾ ദുആ ചെയ്ത് ആ പരിശുദ്ധമായ ഖബറിലേക്ക് എടുത്തു വെച്ച് ആഖിറത്തിലേക്ക് ബർസഖിയ യാത്രയിലേക്ക് പറഞ്ഞയക്കേണ്ട മുസ്ലിം പെൺകുട്ടികളെ ഏതെങ്കിലും അമ്പലത്തിന്റെയും കോവിലിന്റെയും ചർച്ചിന്റെയും റെയിൽവേ ട്രാക്കിന്റെയും നടുക്കിൽ ചത്തു കിടക്കുന്ന മാരകമായ നികൃഷ്ടമായ രംഗം ഈ മുസ്ലിം ഉമ്മത്തിനെ കാണേണ്ട ഗതികേട് വന്നില്ലേ? ഇത് സംഭവിക്കാതെ ഈ ലോകം അസ്തമിക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ സംഭവിച്ചേ പറ്റൂ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. പെണ്ണുങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം ഉപദേശം നൽകി, പക്ഷെ അത് കേൾക്കാൻ തയ്യാറല്ല. മാതാപിതാക്കളോട് പ്രത്യേകമായി ഉപദേശം നൽകി അല്ലാഹുവിന്റെ റസൂൽ, പക്ഷെ അത് ഈ ഉമ്മത്ത് കേൾക്കാൻ തയ്യാറായില്ല. ഈ ഉമ്മത്ത് കേൾക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവളെ ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു, അവളുടെ ചാറ് പിഴിഞ്ഞെടുക്കുന്നു, അവളെ പരസ്യമായിട്ട് വലിച്ചെറിയുന്നു. ഈ ഉമ്മത്ത് ഈ ഫോട്ടോകൾ കണ്ടിട്ട് പോലും ഈ ചാടിപ്പോകാൻ കൊതിച്ചു നിൽക്കുന്ന മുസ്ലിം പെണ്ണുങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഖേദകരം, കഷ്ടം, അവളുടെ നാശം. ഇസ്ലാമിന് പോലെ പ്രശ്നമൊന്നുമില്ല. നീ പോയി പഴിച്ചാൽ ഇവിടെ ആർക്കും നഷ്ടം? അള്ളാഹ്ക്ക് എന്താ ഇവിടെ പ്രശ്നം? അള്ളാഹ്ക്കുള്ള പ്രശ്നമുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു സാലിഹായ പെണ്ണ്, ഒരു സാലിഹായ ജീവിതം, ഒരു സാലിഹായ ഭർത്താവ്, സാലിഹായ കുടുംബം. അതാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. എതുവരെ? ഒളിച്ചോട്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരുന്നത് വരെ ഖിയാമത്ത് നാളെ സംഭവിക്കില്ല. ഒളിച്ചോടും, പെണ്ണുങ്ങൾ പെണ്ണൊളിച്ചോടും, കാമുകനെ ഇഷ്ടപ്പെടും, ഉപ്പയെയും ഉമ്മയെയും അവഗണിക്കും. ആ ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് ഉണ്ടാവുകയില്ല. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു ഖിയാമത്ത് സംഭവിക്കുകയില്ല ഹത്താ താഅൽ മർഅതു ഹത്താ താഅ റജുലു ഇംറഅതഹു. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ അടിമപ്പെടുന്ന കാലഘട്ടം വരുന്നത് വരെ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ ചൊല്ല്, ഭാര്യയുടെ വാക്ക്, ഭാര്യയുടെ കടിഞ്ഞാണിൽ, ഭാര്യയുടെ കീഴില് കഴിഞ്ഞുകൂടുന്ന, അടിമപ്പണി ചെയ്ത് കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടം വരുന്നത് വരെ ലാ തഖൂമു നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാണ്, ലാ തഖൂമു ഹത്താ തുഈനൽ മർഅതു സൗജഹാ ലിത്തിജാറ. ഭർത്താവിനെ പരസ്യമായ ഒരു ഭാര്യ സൂപ്പർ മാർക്കറ്റിൽ സഹായിക്കുന്ന കാലഘട്ടം വരാതെ, ഷോപ്പിംഗ് മാളുകളിൽ സഹായിക്കുന്ന കാലഘട്ടം വരാതെ, പീടികയിൽ തന്റെ ഭർത്താവിന്റെ പീടികയിൽ ഭാര്യമാരും കൂടെ ഇറങ്ങി പരസ്യമായി കച്ചവടം ചെയ്യുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. അന്ന് മാളുകൾ അധികരിക്കും, അന്ന് കച്ചവടങ്ങൾ അധികരിക്കും. ആണുങ്ങൾ പെണ്ണിന്റെ കോലം കെട്ടും, പെണ്ണുങ്ങൾ ആണിന്റെ കോലം കെട്ടും. പരസ്യമായി അവർ കച്ചവടത്തിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങും. കടകമ്പോളങ്ങൾ അവരുടെ കൈകളിലായിരിക്കും. അവരാണ് ആ കുത്തകകൾ, അവരുടെ കൈകളിലായിരിക്കും ഷോപ്പിംഗ് മാളുകൾ. അവരാണ് ജനങ്ങളെ മാടി വിളിക്കുക, അവരാണ് കച്ചവടം ചെയ്യുക. ഭർത്താവിനെ അടക്കമുള്ളവരെ കച്ചവടം ചെയ്യുന്ന ഒരു കാലഘട്ടം സഹോദരിമാരെ എന്റെ ഉമ്മത്ത് കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. കോളേജ് കുമാരന്മാരുടെ പിന്നിലിരുന്ന് ബൈക്കുകളിൽ പെണ്ണുങ്ങൾ കെട്ടിപ്പിടിച്ച് യാത്ര ചെയ്യുന്ന കാലഘട്ടം വരാതെ അല്ലാഹുവിന്റെ റസൂൽ വ്യംഗ്യമായ മറ്റൊരു ഹദീസിലൂടെ പറയുകയാണ്, സ്ത്രീകൾ അവരുടെ മുഖ്യ അവയവങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് പരസ്യമായി അവർ ബൈക്കിലൂടെ, വാഹനത്തിലൂടെ യാത്ര ചെയ്യുന്ന കാലഘട്ടം വരാതെ, ഒരു പെണ്ണും ആണും ഇഴുകിച്ചേർന്നുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന കാലഘട്ടം വരാതെ, അവരെ രണ്ടുപേരും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഗേൾ ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും
ഇണയും തന്റെ ജീവിതത്തിന്റെ ഇണയും തുണയും സഖിയുമാക്കുന്ന കാലഘട്ടം വരാതെ ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു സമുദായത്തിലെ ഒരാണിനെ സ്നേഹിക്കുമ്പോ 12 വർഷം 20 വർഷം 22 വർഷം തന്റെ വാപ്പ തന്റെ ഉമ്മ അവൾക്ക് അഭയം നൽകിയത് വെറുതെയായി പോയില്ലേ? അവളെ പഠിപ്പിച്ചത് വെറുതെയായി പോയില്ലേ? കോടിക്കണക്കിന് രൂപകൾ ലക്ഷക്കണക്കിന് രൂപകൾ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് തന്റെ മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദൂരങ്ങളിലേക്ക് തന്റെ മാതാപിതാക്കൾ അവളെ വിശ്വസിച്ചയച്ചില്ലേ? എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ ഉപ്പയെ നീ വഞ്ചിക്കുകയല്ലേ? നിന്റെ ഉമ്മയെ നീ വഞ്ചിക്കുകയല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ വഞ്ചിക്കുകയല്ലേ? അല്ലാഹുവിനെ വഞ്ചിക്കുകയല്ലേ? നിന്നെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചുകൊണ്ടല്ലേ എന്റെ പൊന്നുമോളെ നിന്നെ നിന്റെ ഉപ്പ വിദൂരങ്ങളിലെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചത്? എന്തേ നീ മറ്റുള്ളവനുമായി ചങ്ങാത്തം സ്ഥാപിച്ചു? എന്തേ നീ ഇസ്ലാമിന്റെ നിയമങ്ങളെ കരിവാരിത്തേച്ചു? എന്തേ നീ സുജൂദ് ചെയ്ത് നിന്റെ നെറ്റിത്തടം മറ്റുള്ളവന്റെ മുന്നിലേക്ക് സമർപ്പിച്ചത്? നിന്റെ രഹസ്യ അവയവങ്ങൾ എന്തിനാണ് നീ പോസ്റ്റ് ചെയ്തത്? അതെന്തിനാണ് മറ്റുള്ളവർക്ക് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചത്? എന്തിനാണ് നിന്റെ മാരടം അവന്റെ മുന്നിൽ തുറന്നു കൊടുത്തത്? എന്തിനാണ് നിന്റെ ചുണ്ട് അവന്റെ മുൻചുണ്ടുമായി ചേർത്തിണക്കിയത്? എന്തിനാണ് പെങ്ങളെ അവനോടൊപ്പം നീ കെട്ടിപ്പിടിച്ചിരുന്ന് യാത്ര ചെയ്തത്? ഇത് നിന്റെ ഒപ്പ കാണുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് നീ രഹസ്യമായത് ചെയ്യുകയാണെങ്കിൽ നിന്റെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കാൻ നിന്റെ മലക്കുകളെ അല്ലാഹു നിയോഗിച്ചിട്ടില്ലേ? നീ രഹസ്യമായി ചെയ്യുന്നത്, നീ പരസ്യമായി ചെയ്യുന്നത്, നീ ഇരുട്ടത്ത് ചെയ്യുന്നത്, നീ വെളിച്ചത്ത് ചെയ്യുന്നത്, നീ ഹോസ്റ്റലിൽ ചെയ്യുന്നത്, നീ വാഹനത്തിൽ ചെയ്യുന്നത്, ഒരുപക്ഷെ നീ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം നിനക്ക് അപകടം സംഭവിക്കുക, നിന്റെ ജീവന് ഹാനി സംഭവിക്കുക. വ്യവസ്ഥയായ അവസ്ഥയിൽ ലോകത്തും ഇവിടെ പറയേണ്ടി വന്നില്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ ദുബായിൽ നടന്ന ഒരു ആക്സിഡന്റ് നിങ്ങളുടെ വാട്സപ്പിലൂടെ നിങ്ങൾ കണ്ടു കാണും, ഫേസ്ബുക്കിലൂടെ നിങ്ങൾ കണ്ടു കാണും. അവിടെയുള്ള കുറെ സുഹൃത്തുക്കൾ ഈ പ്രഭാഷകൻ എന്ന നിലയിൽ ഈ പാവപ്പെട്ടവന്റെ ഫേസ്ബുക്കിലേക്ക് അയച്ചു തരികയാണ് ചെയ്തത്. എന്തിനാണ് ഉസ്താദേ? ഞാൻ അവരോട് എനിക്ക് മനസ്സിലാകാതെ ഫോൺ വിളിച്ച് ചോദിച്ചു, എന്തേ ഇതിന്റെ ആശയം? വിവസ്ത്രയായ ഒരു പെണ്ണ് കേവലം അടിവസ്ത്രമൊന്നുമില്ലാതെ 2-3 പുരുഷന്മാരുമായി പൊളിഞ്ഞ കാറിന്റെ ഉള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. എന്താണ് ഇതിന്റെ വിവക്ഷയെന്ന് ഞാനൊന്ന് വിളിച്ചു ചോദിച്ചപ്പോ ദുബായിൽ നടന്ന സംഭവമാണ് ഉസ്താദേ. കഴിഞ്ഞ രാത്രിയിൽ അവർ വാഹനത്തിൽ വ്യഭിചരിക്കുകയായിരുന്നു. ആ വ്യഭിചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ വാഹനം ആക്സിഡന്റ് ആവുകയുണ്ടായി. 6 പേരുണ്ടായിരുന്നു, 3 പേര് ചത്തുപോയി. ബാക്കിയുള്ള 3 പേരുടെ ഫോട്ടോയാണ്. ഒരു പെണ്ണിനെ മറ്റുള്ളവരുമായി ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മലക്കുൽ മൗത്ത് അസ്രായീലിന്റെ വിളിയാണ്. അവള് നാണം കെട്ടില്ലേ? പരസ്യമായി നാണം കെട്ടില്ലേ? അല്ലാഹുവേ, ഞങ്ങളെ നീ ഫളീഹത്തിലാക്കല്ല പടച്ചവനെ, ഫളീഹത്തിലാക്കല്ല പടച്ചവനെ. തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ല പടച്ചവനെ. നല്ല അവസ്ഥയിലല്ലാതെ കണ്ട റൂഹങ്ങളാണ് നമ്മുടെ മലക്കുൽ മൗത്ത് വന്ന് പിടിച്ചാൽ ദുനിയാവ് നമുക്ക് നഷ്ടമാണ് മക്കളെ, ആഖിറം നമുക്ക് നഷ്ടമാണ് മക്കളെ. ആ പെണ്ണിന് മരിക്കുന്നത് വരെ അപമാനമല്ലേ? ആ നെറ്റിൽ നിന്ന് ആ ഫോട്ടോ ഡിലീറ്റ് ആകുന്നത് വരെ ആരെല്ലാം അത് കാണുന്നുവോ അവൾ ശപിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവൾ ശപിക്കപ്പെട്ടവരായി മാറിയില്ലേ? എത്രയെത്ര സംഭവങ്ങളാണ്, എണ്ണിയാൽ തീരാത്ത സംഭവങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. അന്ന് ആ പെണ്ണിനെ പരസ്യമായി ഒറ്റയ്ക്ക് വീടിന്റെ മട്ടുപ്പാവൽ താമസിപ്പിക്കല്ലേ? അവളെ കണ്ണെത്താ ദൂരത്ത് പഠിപ്പിക്കാൻ അയക്കരുത്. അവൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നൽകരുത്. അല്ലാഹുവിന്റെ റസൂല് തെറ്റുപറ്റിയിട്ടില്ല. പ്രവാചകന്റെ പുലരുന്ന പ്രവചനമാണ്. വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ, അമിതമായ വിദ്യ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കരുത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹിജാസിന്റെ മണ്ണിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ 21ാം നൂറ്റാണ്ടിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് നടത്തിയ പ്രഭാഷണമാണ്. ഇന്ന് നിങ്ങൾ ഒളിച്ചോടുന്നത് കൊണ്ടാണ്, ഇന്ന് നിങ്ങൾ അന്യ സമുദായത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, ഇന്ന് നിങ്ങളുടെ ഉപ്പമാരെ ഉമ്മമാരെ വഞ്ചിക്കുന്നത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മാതാപിതാക്കളെ നിങ്ങളോട് ഉപദേശം നൽകിയത്. വലാ തുസ്കിലു നിസാഅ ഖുറഫാ, പെണ്ണിനെ ഒറ്റയ്ക്ക് മുറിയിലാക്കിയിട്ട് വാളിന് വരരുത്. പ്രായപൂർത്തിയെത്തിയ പെണ്ണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഉമ്മമാരെ ഉപ്പമാരെ വാളിന് വരരുത്. ഈ പരിശുദ്ധമായ വാളിന് വന്നാൽ പോലും ആ പെണ്ണുങ്ങളെയും കൂട്ടിക്കൊണ്ടല്ലാതെ വാളിന് വരരുത്. മാതാപിതാക്കളെ, പെൺമക്കൾ നിങ്ങളോട് തലവേദന എന്ന് പറഞ്ഞു കിടക്കും, വയറുവേദന എന്ന് പറഞ്ഞു കിടക്കും, എനിക്ക് ഉറക്കം വരുന്നു ഉമ്മ എന്ന് പറയും, പഠിക്കാനുണ്ട് ഉമ്മ എന്ന് പറയും, പരീക്ഷയാണ് ഉമ്മ, ഒരുപാട് കാര്യങ്ങൾ എഴുതാനും വായിക്കാനും ഉണ്ടെന്ന് പറയും. ഇത് നിങ്ങളെ കബളിപ്പിക്കലാണ്. നിങ്ങൾ രഹസ്യമായി ഒന്ന് അന്വേഷിച്ചു നോക്ക്. അവളെ ചാറ്റ് ചെയ്യുകയാണ്, അവളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവളെ കമ്പ്യൂട്ടറിന്റെ മൗസിലൂടെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തുള്ള ബന്ധമല്ല, അവൾക്ക് മറുലോകവുമായുള്ള ബന്ധമാണ്. നിങ്ങൾ അറിയാത്ത തരത്തിലുള്ള ബന്ധമാണ്.
നിങ്ങളത് മനസ്സിലാക്കുന്നില്ല പൊന്നു പെങ്ങന്മാരെ, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല ഉപ്പമാരെ ഉമ്മമാരെ. 12 മെഗാ പിക്സൽ മൊബൈൽ വാങ്ങി കൈകളിൽ കൊടുക്കുകയാണ്. അവളുടെ കൈകളിൽ എടുക്കാൻ പറ്റാത്ത മൊബൈൽ അവളുടെ കൈകളിലാണ്. അതുകൊണ്ട് അവൾ കുത്തിക്കൊണ്ട് നേരം വെളുപ്പിക്കുകയാണ്. പാതിരാ സമയത്ത് ഉറക്കമില്ല. ലക്ഷക്കണക്കിന് രൂപ പരീക്ഷയ്ക്ക് വേണ്ടി ഉപ്പ ഫീസ് അടയ്ക്കുകയാണ്. അവൾ തോറ്റുപോവുകയാണ്. ഉപ്പാന്റെ വാക്കിന് സ്ഥാനമില്ല, ഉമ്മാന്റെ വാക്കിന് സ്ഥാനമില്ല. കാമുകൻ പറയുന്നതിന് മാത്രമാണ് സ്ഥാനം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം എന്ന സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. അന്ന് പെണ്ണ് പറയും ഒരു കാമുകന്റെ മുഖത്ത് നോക്കി, എനിക്കെന്റെ കാമുകനെ മതി, എനിക്കെന്റെ ഉപ്പയെ വേണ്ട, എനിക്കെന്റെ ഉമ്മയെ വേണ്ട. മാതാപിതാക്കളെ അവഗണിക്കുകയും കൂട്ടുകാരനെ തന്റെ ചെന്നഞ്ചോട് ചേർത്തിണക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പുലരുന്നില്ലേ, പുലരുന്നില്ലേ. ലാ തുസാഫിറുൽ മർഅതു ഇല്ലാ വമഅഹാ ദൂ മഹ്റം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വിവാഹ ബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഒരു പുരുഷന്റെ കൂടെയല്ലാതെ പെണ്ണേ നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതേ, യാത്ര ചെയ്യരുതേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് യാത്ര ചെയ്തപ്പോ അവളുടെ മാനം അവൻ ഒപ്പിയെടുക്കുകയാണ്, അവളുടെ ചാരിത്രം അവൻ പിടിഞ്ഞെടുക്കുകയാണ്. ഈ പാവപ്പെട്ടവളോ അതിന് അടിമപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പുലർന്നുകൊണ്ടിരിക്കുന്ന സത്യമാണ്.